സംസ്ഥാനത്ത് മദ്യത്തിന് നാളെ മുതൽ വില കൂടും. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ കമ്പനികളുടെ ആവശ്യപ്രകാരമാണ് വില വർധന. 10 രൂപ മുതൽ 50 രൂപ വരെയുള്ള വില വർധന നാളെ പ്രാബല്യത്തിൽ വരും. പത്തനംതിട്ട കിടങ്ങന്നൂരിൽ കനാലിൽ കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. കിടങ്ങന്നൂർ നാക്കാലിക്കൽ SVGHSലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ അഭിരാജ്, അനന്തുനാഥ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരമാണ് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടത്. രാത്രി വൈകിയും ഫയർഫോഴ്സ് സംഘം തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും വിദ്യാർത്ഥികളെ കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ 7 മണി മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തിയത്. കിടങ്ങന്നൂർ വില്ലേജ് ഓഫീസിന് സമീപത്തു നിന്നുമാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. അഭിരാജിനെയാണ് ആദ്യം കണ്ടെത്തിയത്. തൊട്ടുപിന്നാലെ അനന്തുനാഥിനെയും കണ്ടെത്തി. ടോട്ടൽ ഡെപ്ത് ഒരു 4 മീറ്ററോളം ഹൈറ്റും ഭയങ്കര ഒഴുക്കുമാണ്, ഭയങ്കര കുത്തൊഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഡൈവ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എങ്കിൽ നമ്മളിവിടുന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ഡൈവ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ഇന്നലെ ഒരു 12:30-1 മണിയോടുകൂടിയാണ് നമ്മൾ ഡൈവിങ് അവസാനിപ്പിച്ചത്. രാവിലെ നമുക്ക് 7 മണിക്ക് തന്നെ എത്തിച്ചേർന്നു. ഇപ്പം ഒരു മീറ്ററോളം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ 4-5 ഡൈവേഴ്സ് ഒന്നിച്ചെന്ന് സെർച്ച് ചെയ്ത് പല സ്പോട്ടിൽ നല്ല ചെളിയുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ ചെളിയിൽ നല്ലപോലെ പൂണ്ട് കിടക്കുന്നതാണ്, നല്ലപോലെ താഴ്ന്നു കിടക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ആ 2 കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചത്. അനന്തുനാഥ് ഒഴുക്കിൽപ്പെട്ടത് കണ്ട് രക്ഷിക്കാനിറങ്ങിയതായിരുന്നു അഭിരാജ്. എന്നാൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ ഇരുവരും വെള്ളത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു. പ്രദേശത്ത് മുമ്പും സമാനമായ രീതിയിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2 തവണയായിട്ട് ഇവിടെ അപകടം സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു പ്രായമുള്ള ആൾ ഇവിടെ വീണ് ഇവിടെ തന്നെ കിട്ടി. ഒരു 50 മീറ്റർ ദൂരത്തിൽ നിന്ന് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നാടിൻ്റെ പൊതു ദുഃഖമാണ്. മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനത്തിന് സഹായകരമാം വിധം കനാലിന്റെ ജലനിരപ്പ് നിയന്ത്രിച്ചിരുന്നു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.